നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരിയുടെ കൂടെയുള്ളത് ജീവനാണ്. അവന്റെ മുമ്പിലേക്ക് നിത്യമോളെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ മേ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. അവിടെ വേറെ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. എന്താ അമ്മേ? ഒന്നുമില്ല. ഞാൻ ഹരിയെ വിളിച്ചിട്ട് കാര്യം എന്താന്ന് ചോദിക്കട്ടെ. ശരി. എന്താ അമ്മേ? അവധിക്കുട്ടൻ സ്റ്റെപ്പിൽ നിന്ന് വീണൂന്ന്. അയ്യോ, എന്നിട്ട്? ഹരി അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റല്? നമുക്ക് അങ്ങോട്ട് പോവാമേ. എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? നീ ഒന്ന് സമാധാനിക്കും. നമുക്ക് ഹരിയെ ഒന്ന് വിളിക്കാം. ആപത്തെന്തോ വരാൻ പോകുന്നെന്ന് അമ്മ പറഞ്ഞത് ഇതായിരുന്നോ? മോന് വേദനയുണ്ടോ? ഉണ്ട്. ഞാൻ കുറെ ദിവസം കിടക്കേണ്ടി വരുമോ ഇവിടെ? എന്തിന്? വേദന പറയാൻ ഒരു ഇഞ്ചക്ഷൻ കൂടി തരാം. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് പേടിയാ. വേദന പെട്ടെന്ന് മാറണ്ടേ? ഇഞ്ചക്ഷൻ നല്ലതാ. എനിക്ക് വേണ്ട. അങ്കിൾ ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറ. അയ്യേ, ആദിക്കുട്ടൻ നല്ല ധൈര്യശാലിയല്ലേ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? വേണ്ടാന്ന് പറ. ഞാൻ വിളിക്കാം. എനിക്ക് പേടിയാ. ഒരു ചെറിയ ഇഞ്ചക്ഷൻ അല്ലേ മോനെ, ദാ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവൂ. എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഇങ്ങനെ പറയും, എന്നിട്ട് നല്ല വേദനിക്കുകയും ചെയ്യും. എനിക്ക് വേണ്ട. സാർ എടുത്തോ. രാമ 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 രാമ. എടാ, ഇതെന്താ ഇത്? അതെന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ. പേടി വരുമ്പോ ഇങ്ങനെ പറഞ്ഞാ മതിയൊന്ന്. മോനെ ഇങ്ങോട്ട് നോക്കി. സ്കൂളിൽ നിന്ന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ ആദ്യമോൻ എന്തെങ്കിലും പങ്കെടുത്തിരുന്നോ? പിന്നെ അവന് ഫാൻസി ഡ്രസ്സിന് പ്രൈസ് ഒക്കെ ഉണ്ടവന്. ആഹാ, അപ്പൊ വിന്നറാണോ ഇരിക്കുന്നേ? മതിന്ന് പറ. അതിന് ഇഞ്ചക്ഷൻ എപ്പോഴാ കഴിഞ്ഞല്ലോ. മോന് വേദനിച്ചോ? ഇല്ല, ഉറുമ്പ് കടിച്ചതുപോലെയല്ലേ ഉള്ളൂ. എടാ, അതല്ലേ പറഞ്ഞത്, നല്ല ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാലേ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലെ ഉണ്ടാവൂ. നോക്കി, ഇപ്പൊ മോന്റെ വേദനയൊക്കെ മാറിയില്ലേ? ഹലോ ഹലോ ആന്റി. ഹരി എവിടെയാ? ആദ്യമോനിപ്പോ എങ്ങനെയുണ്ട്? ആന്റി വീട്ടിലെത്തിയോ? ഇല്ല, ഞങ്ങള് പുറത്ത് തന്നെയാ. ജ്യോതിയെ വിളിച്ച് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, മുറിവ് വെച്ച് കിട്ടി, ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ട്. മോൻ പേടിക്കണ്ട. ജ്യോതി അവിടെയുള്ള കാര്യം ബഹളത്തിനിടയിൽ അറിഞ്ഞില്ലേ? അറിഞ്ഞെങ്കിൽ ഞാൻ ജ്യോതിയെ കൂടെ കൂട്ടിയനെ. ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് വരും. ഹരിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളാം. ഞാനിപ്പോ ഇവരെ രണ്ടുപേരെ അങ്ങോട്ടേക്ക് വിടാം. ശരി, എന്നാ നമുക്ക് പോവാം. ശരി, പോകാം. വാ. ഹരിയുടെ കൂടെയുള്ളത് ജീവനാണ്. അവന്റെ മുമ്പിലേക്ക് നിത്യമോളെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല.
എന്താ അമ്മേ പറഞ്ഞത്? ആ കുഴപ്പമൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. ഹരി മോനെ കൊണ്ട് വീട്ടിലേക്ക് പോവാ. എന്നാ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അല്ല മോളെ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പമില്ലെന്ന്, സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാം. പിന്നെയും നമ്മൾ ഇറങ്ങാൻ നിൽക്കണ്ടേ? അതുകൊണ്ട് ആദ്യമോൻ എന്തേലും വന്നാ ചെന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കേട്ടപ്പോ മുതല് കയ്യും കാലും വിറയ്ക്കാം. ഞാൻ പറയുന്നത് കേൾക്കും മോളെ, ഒരിത്തിരി നേരമല്ലേ വേണ്ടത്. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, വണ്ടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോ. എനിക്ക് ആദ്യയുടെ അടുത്തേക്ക് പോണം. ശരി, എങ്കിൽ വീട്ടിലേക്ക് പോവാം. ജ്യോതി, അവര് മോനെയും കൊണ്ട് വന്നോ? ഇല്ല ചേച്ചി, അവര് വരുന്നേ ഉള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, എന്നിട്ട് ആദ്യം മോനെ ശ്രദ്ധിക്കാതിരുന്ന എന്താ? ആദിയുടെ കാര്യങ്ങള് നീ ശ്രദ്ധിക്കാറില്ല, സമ്മതിച്ചു. പക്ഷെ അവന് അപകടം ഉണ്ടാവാതെ നോക്കണ്ടേ? അത്രയെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ നിനക്ക്? നിത്തേച്ചി, വെറുതെ ഒന്നും അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ടെറസിൽ തുണിയിടാൻ പോയതാ, അപ്പൊ അവൻ അങ്ങോട്ട് ഓടി വന്നതായിരിക്കും. ഇത് കേട്ടോ അമ്മ ഇവള് പറയുന്നത്? എന്താ എന്താ മോള് പറഞ്ഞേ? അമ്മ ഇത് ഏത് ലോകത്താ? കൊറേ നേരായല്ലോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും പെരുമാറുന്നതും. അത് നേരത്തെ വന്നതുപോലെ ഇപ്പോഴും തല ചുറ്റുന്നുണ്ടോ എന്നൊരു സംശയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.